ഒരിക്കൽ കൂടി അപകട ഭൂമിയിലേക്ക് തന്നെ നമുക്ക് പോകണം. പക്ഷേ അതിനു മുൻപ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി വരുന്നുണ്ട്. അവിടെ വലിയ തോതിൽ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, രാജ്കുമാർ മഴയില്ല എന്ന് പറയുമ്പോഴും കാലാവസ്ഥ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു നിലയാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ വലിയ വെല്ലുവിളി സ്വാഭാവികമായും ഉണ്ടാകുമല്ലേ? രാജ്കുമാർ വീണ്ടും ഉണ്ട്. രാജ്കുമാർ, മഴ കൂടി പെയ്തു തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടുതൽ വെല്ലുവിളികൾ രൂപപ്പെടുകയാണോ വീണ്ടും? ഇപ്പോൾ നേരത്തെ നമ്മൾ ിലേക്ക് പോകുന്ന സമയത്താണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴ പെയ്തത്. ഇപ്പോൾ ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചെറിയ രീതിയിൽ പൊടിയുന്നുമുണ്ട്. ഇനിയും ഇത് നിങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ ആ ഒരു സാഹചര്യം വരാം. പക്ഷെ ഈ മഴ പെയ്തപ്പോഴും അവരാരും ഒരു സെക്കൻഡ് പോലും അത് നിർത്തിവെച്ചില്ല. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ആ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റേ ഇതിന്റെ ലോങ് ബൂം എക്സ്കവേറ്റർ ഹിറ്റാച്ചിയുടെ മുകളിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നതും. ഇനി അത് ഇപ്പോഴും അത് നീക്കം ചെയ്യുന്നുണ്ട്. അതിന്റെ സൈഡിലുള്ള പാറകളും മറ്റും നീക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം. ഇതിന്റെ തൊട്ടടുത്ത മുകൾ ഭാഗത്തുള്ള പാറയുടെ ഇത് മുഴുവനും പടർന്നു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ നിൽക്കുമ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ അതിന്റെ തത്സമയം തന്നെ നമ്മളത് കാണിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ താഴെയും മുകളിലും ഒക്കെ ഇതിനുള്ളൊരു സാധ്യത കൂടുതലാണ്. താഴെയും ഏറ്റവും താഴെ ഇതിന്റെ ഈ അഗാധമായ ഗർത്തത്തിൽ താഴെയും ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവര് മാറി നിൽപ്പുണ്ട്. ആംബുലൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മെഡിക്കൽ ടീം തന്നെ ഇപ്പോൾ ഈ സ്പോട്ടിൽ ഉണ്ട്. എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള മെഡിക്കൽ ടീമും ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോഴാണ് ഏറ്റവും ക്രൂഷ്യൽ ടൈം എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഹിറ്റാച്ചിന് തൊട്ടരികിൽ ലോങ് ബൂം എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആ പ്രദേശത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും പാറകൾ താഴേക്ക് ഇടിഞ്ഞു വീഴാം. ഇപ്പോൾ ഏറെക്കുറെ ആ ഹിറ്റാച്ചിയുടെ മുകളിലുണ്ടായിരുന്ന പാറകൾ നീക്കം ചെയ്തത് നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ് അത്? ആ ഹിറ്റാച്ചി പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളതാണോ രാജ്കുമാർ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിന്റെ അതായത് ആ ഹിറ്റാച്ചിയുടെ ചുറ്റിനുമുള്ള മുഴുവൻ ആദ്യം മുകളിലുള്ളത് മൊത്തവും നീക്കം ചെയ്യുന്നു. ബാക്കി 4 ഭാഗത്തുമുള്ള ആ പാറകൾ മുഴുവനും അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. JCBയെ പൂർണ്ണമായും വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹിറ്റാച്ചിയെ പൂർണ്ണമായും വീണ്ടെടുത്ത് അവർക്ക് ഒരുപക്ഷെ ഇനിയും റെസ്ക്യൂ ടീം ഇവിടെ ഇറങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അവരിറങ്ങി അതിൽ നിന്ന് ഈ ഹിറ്റാച്ചിക്ക് അടിയിൽ അകപ്പെട്ടിട്ടുള്ള അവയെ അതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ റെസ്ക്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ഇപ്പോഴും അവരുടെ ഒരു പ്ലാനിൽ അവർ നിലവിലുള്ളത്. അതിലുള്ള ശ്രമകരമായ ദൗത്യമാണ് ഈ തുടരുന്നത്. തീർച്ചയായും വലിയ ഭയാനകമായി നമുക്ക് വല്ലാത്ത തോതിൽ ഭയം ജനിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഒരു കുറച്ചിടം മാത്രമേ അവിടെ ഉള്ളൂ. അതാണ് ആ ഹിറ്റാച്ചി തങ്ങിയിരിക്കുന്ന ഒരു ചെറിയ പ്രദേശത്താണ് തങ്ങിക്കിടക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്തും സംഭവിക്കാം. മുകളിൽ നിന്ന് വേണമെങ്കിൽ പാറകൾ ഇടിഞ്ഞു താഴാം, അതല്ലെങ്കിൽ ഹിറ്റാച്ചി താഴേക്ക് പോകാം. എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു. കാലാവസ്ഥ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകർ അതിലൊന്നും പിന്തിരിയാതെ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൃശ്യങ്ങൾ തന്നെ നോക്കൂ മനു. ഇപ്പോൾ മനു പറഞ്ഞതുപോലെ അല്പം എന്തെങ്കിലും സംഭവിച്ചാൽ താഴേക്ക് പതിക്കാവുന്നതിന്റെ തന്നെ ആഴം എത്രമാത്രമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ പ്രകടമായി കാണുകയാണ്. അപ്പോൾ എന്തായാലും അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും അസിത പറഞ്ഞതുപോലെ അത് മാത്രമല്ല ഈ ദുരന്തം നമ്മുടെ മുൻപിൽ കുറെ കൂടി ചോദ്യങ്ങളൊക്കെ ബാക്കി വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇത്തരത്തിലുള്ള മടകളുടെ ക്വാറികളുടെ സുരക്ഷ ഏത് രീതിയിൽ ഉറപ്പുവരുത്താൻ കഴിയണം? അത് ഉറപ്പുവരുത്താനുള്ള പരിശോധനകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനി തുടർച്ചയായി ചർച്ച ചെയ്യേണ്ടി വരും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇതര സംസ്ഥാനക്കാരാണെങ്കിലും നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, നമ്മുടെ സഹോദരങ്ങളാണ് അവർ. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും ഗൗരവത്തോടെ തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.